ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ചോറിൻ്റെ കൂടെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ അതിനായിട്ട് നമ്മളിതൊരു 3 പൊട്ടാറ്റോ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊട്ടാറ്റോൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതായി ഒരു കനത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കട്ടി കുറച്ചാൽ പെട്ടെന്ന് അത് മുറിഞ്ഞ് പോകട്ടോ വേവിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടിച്ച് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്കിനി ചുവന്ന മുളകാണ് കേട്ടോ. ഒരു 3 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിൻ്റെ അളവ് നമുക്ക് കുറച്ച് കൂട്ടിയിടാൻ എടുക്കാം കേട്ടോ. പൊട്ടിട്ട് അതിനെ കൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും. വെളുത്തുള്ളിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ വെളുത്തുള്ളി പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരിയിൽ. അപ്പോൾ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് ഈ ഒരു ഇതിൽ കിടന്നിട്ടൊന്ന് മിക്സായി വരണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഒന്ന് ഇത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാനിടയ്ക്ക് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പിട്ടാലിട്ട് അതിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ നമ്മൾ വലിയ ജീരകം പൊടിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടിയും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഈ മസാല ഒക്കെ നല്ലോണം പിടിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ ഗരം മസാലപ്പൊടിയും എല്ലാ പൊടിയും ഈ ഉരുളക്കിഴങ്ങിൽ നല്ലോണം പിടിച്ചിട്ട് അങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ നമുക്കത് ഇനി. അപ്പോൾ നല്ലോണം ഒരു 2 മിനിറ്റ് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പൊട്ടാറ്റോ ഒക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇളക്കുന്ന സമയത്ത് മുറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറിട്ട് ഇളക്കിയാലും ഇതിങ്ങനെ മുറിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ. ഓക്കെ, ബൈ.